ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇൻസ്റ്റൻറ്റ് ചട്നി പൗഡറാണ്. ഇത് വളരെ എളുപ്പത്തിലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ചട്നി പൗഡറാണ്. വളരെ ടേസ്റ്റിയും കൂടിയാണ്. ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വരും. അതിനാവശ്യമുള്ള പൊട്ടുകടല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പൊട്ടുകടലയാണ്. ചട്നിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കൂലേ ആ കടല. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ഫ്ലെയിം വളരെ സിമ്മിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കായപ്പൊടി ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിപ്പോൾ എല്ലാം തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. അത് നല്ലപോലെ ചൂട് ആറിയതിന് ശേഷം നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം. നോക്കൂ, ഇതുപോലെ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവശ്യമുള്ള എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലിയില, ഇതെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. 2-3 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, കുറച്ച് പുളി, ഒരു പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടി ആഡ് ചെയ്യാം. ആവശ്യമുള്ള ഉപ്പ്. ഇനി നമ്മുടെ എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം. ഇനിയെല്ലാം നമുക്കത് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിതിൽ ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യുന്നില്ല. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നോക്കൂ, നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ കടുക്, ചുവന്ന മുളക്, കറിവേപ്പില ഇട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോളൂ. കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്കിത് പൗഡറല്ല ചട്നിയുടെ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ആവശ്യമുള്ളത് എടുത്ത് കുറച്ച് വെള്ളം അതിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ഇതുപോലെ എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.